ഞാൻ ചെറിയാൻ മേലെടുത്ത് ക്ഷണിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് ശേഷം പാസ്റ്റർ മാത്യു സാമുവൽ അനൗൺസ്മെന്റും കൺക്ലൂഷനും നടത്തുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എഫെസോസ് സഭയെക്കുറിച്ച് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറയുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എഫെസോസ് സഭയിലേക്ക് ദൈവം കടന്നു വന്നത്, ഹല്ലേലൂയ, 7 നക്ഷത്രം തൻ്റെ വലം കയ്യിൽ പിടിച്ച് 7 പൊൻനിലവുകൾക്കിടെ നടുവിൽ നടക്കുന്നവനായിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ 7 സഭാധ്യക്ഷന്മാരെ, സഭാ ശുശ്രൂഷകന്മാരെ, പാസ്റ്റർമാരെ, മൂപ്പന്മാരെ, ലോകത്തിലുള്ള എല്ലാ സഭയുടെയും ശുശ്രൂഷകന്മാരെ തൻ്റെ കയ്യിൽ, വലം കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സഭയുടെയും നടുവിലൂടെ നടക്കുന്നവനായ യേശു ആയിട്ടാണ് അവിടെ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. തൻ്റെ ശുശ്രൂഷന്മാരെ താൻ പിടിച്ചിരിക്കുന്നത് തൻ്റെ വലത്ത് കൈ കൊണ്ട്, വലത് കൈ തൻ്റെ അധികാരത്തെയും തൻ്റെ ശക്തിയെയും കാണിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷകന്മാർ, സഭാ മൂപ്പന്മാർ ഒക്കെ ഇരിക്കുന്നത്, പാസ്റ്റർമാരൊക്കെ ഇരിക്കുന്നത് വലിയ ശക്തിയുള്ള കരത്തിലാണ്. ഹല്ലേലൂയ. അവർക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. അവരെ തകർക്കാൻ നോക്കുന്നതായ ഒരു ശക്തിക്കും അവരെ തൊടുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ കയ്യിലാണ് അവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ സഭയുടെ മധ്യത്തിലൂടെ ദൈവം എപ്പോഴും കടന്നു വരുന്നവനാ. സഭയിൽ കർത്താവുണ്ട്. ഹല്ലേലൂയ. അത് വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സഭയിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ രീതിയിലാണ് കർത്താവ് എഫെസോസ് സഭയോട് ഇടപെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സഹിഷ്ണുത എല്ലാം ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കുക ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും ഞാൻ അറിയുന്നു. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അവർ വിചാരിച്ചു കാണും, ഞങ്ങൾ ഇത്രമാത്രം സഹിച്ചു, ഇത്രമാത്രം പ്രയത്നിച്ചു, എന്നിട്ട് ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ എന്ന് അവർ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിൽ കർത്താവ് പറയുന്നു, ഞാനിതെല്ലാം അറിയുന്നുണ്ട്. ഇന്നും അതേപോലെ ദൈവത്തിന് വേണ്ടി വലിയ വൻകാര്യങ്ങൾ ചെയ്തിട്ട് ആരും അറിയാത്ത പോലെ ജീവിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് മറ്റുള്ളവരുടെ പഴി കേൾക്കുകയാണ്. ഹല്ലേലൂയ. ഇവർ കള്ളന്മാരെ എന്ന് മറ്റുള്ളവർ പഴിക്കുമ്പോഴും നല്ല ദൈവദാസന്മാർ ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തികളെ ആരും കാണുകയില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഞാനതെല്ലാം കണ്ടു എന്ന് അവരോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവരുടെ നല്ല കാര്യങ്ങളെല്ലാം കർത്താവ് എടുത്തു പറഞ്ഞു. കൂടാതെ നിക്കലോവരുടെ അവരുടെ ആ ഡോക്ടറിനോട് ഇവരെതിർത്ത് നിന്നത് കർത്താവിന് സന്തോഷമായി. ഞാനും അത് എതിർക്കുന്നു, ഞാനും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കർത്താവ് അവരോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ എല്ലാ കാര്യത്തിലും എഫെസോസ് സഭയോട് കർത്താവിന് നല്ല താല്പര്യമുണ്ട്. എന്നാൽ അവർ കണ്ട ഒരു കുറ്റം, നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിങ്ങളിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആദ്യമ സഭ എന്ന് പറയുന്നത് അത് എല്ലാവരും ഒരു മനസ്സോടെ ഇടപെടുകയും അവർക്കുള്ളതെല്ലാം ഒന്ന് എന്നവർ കണക്കാക്കുകയും ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു. അവരിൽ സഭയിൽ കടന്നു വരുന്ന എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വന്നാൽ മറ്റുള്ളവരെല്ലാവരും സഹകരിച്ച് അവരെ സഹായിക്കുന്ന, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി അവരുടെ വീട്ടിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിരുന്നു. ഹല്ലേലൂയ. തനിക്കുള്ളതെല്ലാം തങ്ങൾക്കുള്ളതെല്ലാം എല്ലാവരുടെയും എന്ന് കണക്കൂട്ടുന്ന ഒരു സമയമായിരുന്നു ആദിമസഭയിൽ. എന്നാൽ അത് ക്രമേണ അതിൽ നിന്നെല്ലാം കുറേയെല്ലാം വ്യത്യാസം വന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറവ് നിങ്ങളിൽ കാണുന്നുണ്ട് എന്ന് കർത്താവ് അവരെ ശാസിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവരെക്കുറിച്ച് അഭിനന്ദിക്കുകയും എന്നാൽ അവരിൽ ഇങ്ങനെ ഒരു കുറ്റമുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ശാസിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സ്മരണ സഭയെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ
റെവലേഷൻ 2:8-11 വരെയുള്ള വാക്യം. സ്മyrnയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നതിന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്മyrnയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായിരുന്നവൻ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു. സ്മyrna സഭയോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. എഫെസോസ് സഭയോട് ഇടപെട്ടത് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ കർത്താവ് താൻ മറ്റൊരു രീതിയിലാണ് തന്നെക്കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിക്കുകയും ചെയ്തവനായ ആദ്യനും അന്ത്യനുമായവന് അരുളി ചെയ്യുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഹല്ലേലൂയ, എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഹല്ലേലൂയ. ആദ്യ സമയങ്ങളിൽ ഞാൻ യെരുശലേമിലായിരുന്നാൽ യെരുശലേമിൽ ആയിരിക്കുന്ന ആ ഇടങ്ങളിൽ മാത്രമേ എനിക്ക് ശുശ്രൂഷിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ എന്നേക്കുമായി ജീവിക്കുന്നു. ആദ്യനും അന്ത്യനുമായ ഞാൻ എന്നേക്കുമായി ജീവിക്കുന്നു. എനിക്കിപ്പോൾ യെരുശലേമിലായിരിക്കുമ്പോൾ തന്നെ ആഫ്രിക്കയിലെ ഓരോ പ്രദേശങ്ങളിലും കാണുവാൻ കഴിയും, അവിടെ പോകുവാൻ കഴിയും. അവിടെയുള്ള വിശ്വാസികളോട്, അവിടെയുള്ള കഷ്ടപ്പെടുന്നവരുടെ അടുത്ത് പോകുവാനും അവരോട് സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കുവാനും എനിക്ക് കഴിയും. അതേ സമയത്ത് തന്നെ നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ വില്ലേജുകളിലും എനിക്ക് പോകുവാൻ കഴിയും, അവരെ കാണുവാൻ കഴിയും. അതുപോലെ ഇന്ത്യയിൽ, ചൈനയിൽ, ജപ്പാനിൽ, റഷ്യയിൽ, ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഒരേ സമയത്ത് എല്ലാ വിശ്വാസികളോടും സംസാരിക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുവാനും അവരെ അനുഗ്രഹിക്കുവാനും എനിക്ക് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരോട് പറയുന്ന ഭാഗമാണ് ഹല്ലേലൂയ, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നു എങ്കിൽ യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഹല്ലേലൂയ. ഈ എഫെസോസ് സഭയിലുള്ളവരെ പോലെ തന്നെ ഇവരും ഹല്ലേലൂയ തങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ആരും കാണുന്നില്ലല്ലോ, തങ്ങളെക്കുറിച്ച് എപ്പോഴും കുറ്റം പറയുന്നവരായി മറ്റുള്ളവരൊക്കെ കാണുന്നു. അതല്ലാതെ തങ്ങൾക്ക് യാതൊരു അനുഗ്രഹമോ തങ്ങൾക്കൊരു അപ്രിസിയേഷനോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളോട് കർത്താവ് പറയുന്നു, ഞാൻ കാണുന്നുണ്ട്, ഞാൻ സകല ഇടങ്ങളിലും ഞാനുണ്ട്. അതാണ് ആ രീതിയിൽ കർത്താവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു, ഞാനിപ്പോൾ ആദ്യനും അന്ത്യനുമായി നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ സകലതും കാണുന്നു എന്ന അർത്ഥത്തിലാണ് കർത്താവ് അവിടെ പറഞ്ഞിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പേഴ്സിക്യൂഷനും ട്രൈബുലേഷനും എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാനും ഇതെല്ലാം അനുഭവിച്ചവനാ. ഹല്ലേലൂയ. ഞാനിതെല്ലാം അനുഭവിച്ച് അതിനെല്ലാം ഓവർകം ചെയ്ത് വന്നവനാ ഞാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ട്. ഹല്ലേലൂയ എന്ന് കർത്താവ് അവിടെ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾക്ക് അതിൻ്റെ 8-9 വാക്യങ്ങളിൽ കാണുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾക്ക് ഇപ്രകാരം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഹല്ലേലൂയ. ദേശത്ത് സുവിശേഷം അറിയിച്ച ഒരു ദൈവദാസനെ ജാതികൾ അവരുടെ ഇടയിൽ കലക്കമുണ്ടാക്കി ആ ദേശത്ത് വലിയ നാശം വരുത്തി വെച്ചു, ആ പട്ടണത്തിലൊക്കെ ഒരുപാട് നാശങ്ങൾ വരുത്തി വെച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. കോടതിയിൽ ജഡ്ജിൻ്റെ മുമ്പിൽ, ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്ന വിധി 100 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം, അല്ല എങ്കിൽ തൂക്കുമരം സ്വീകരിക്കണം. ഇതിലേത് സ്വീകരിക്കണമെന്ന് തിരഞ്ഞെടുത്തോളുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഒരു ദൈവദാസൻ എങ്ങനെ 100 കോടി കൊടുക്കാനാണ്? അപ്പോൾ അദ്ദേഹം മരിക്കുവാൻ തൂക്കുമരം തന്നെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ച് അങ്ങനെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുക. ഹല്ലേലൂയ. തലകുനിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതുകൊണ്ട് ചുറ്റിക കൊണ്ട്
ടേബിളിൽ 2 കൊട്ടെല്ലാം കൊട്ടി അതിൻ്റെ മെയിൻ ജസ്റ്റിസ് അറ്റൻഷൻ എന്ന് പറയുവാനിടയായപ്പോൾ ഈ പാവപ്പെട്ട ദൈവദാസൻ പതുക്കെ കരം ഉയർത്തി, ലജ്ജ കൊണ്ടും പേടി കൊണ്ടും പതുക്കെ തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് നമ്മുടെ സഹോദരന് ആയ യേശു ക്രിസ്തുവാണ് അവിടെ ചീഫ് ജസ്റ്റിസായി വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം ഏറെ സന്തോഷിച്ചു. ഹല്ലേലൂയ. ഇതൊരു ഇമാജിനേഷനാണ് കേട്ടോ. ഹല്ലേലൂയ. ഏറെ സന്തോഷിച്ചു. ചീഫ് ജസ്റ്റിസ് വിളിച്ചു പറഞ്ഞു, നിന്റെ കടം ഞാൻ വീട്ടിയിരിക്കുന്നു, നിന്റെ 100 കോടി രൂപ ഞാൻ വീട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എതിർകക്ഷികളോട് ചീഫ് ജസ്റ്റിസ് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കടം ഞാൻ വീട്ടിയിരിക്കുന്നു, ഇനി കൊടുത്തിരിക്കുന്ന ട്രഷറിയിൽ അടച്ചിരിക്കുന്ന എൻ്റെ റെസിപ്റ്റ് ഇതാ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അത് എതിർഭാഗം വക്കീലിന് കൊടുക്കുകയും ചെയ്തു. ഇനി ഈ മനുഷ്യനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണ് നമ്മുടെ ഓരോ കടങ്ങളും വീട്ടുന്നത്. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അവൻ വെറുതെ ഇരിക്കുകയല്ല. അവന് ഹല്ലേലൂയ നമ്മൾ സഹിക്കുന്ന കഷ്ടതയിൽ നിന്ന് നമുക്ക് നഷ്ടമായതെല്ലാം അവന് തിരിച്ചു തരുവാൻ അവൻ വാഗ്ദത്തം ചെയ്തവന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദിമ സഭയിൽ കഷ്ടതയും ദാരിദ്ര്യവും ധാരാളം ഉണ്ടായിരുന്നു. കാരണം അവർ ഈ പീഡനങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സഭയായിരുന്നല്ലോ ആദിമ സഭ. അതായത് ഒരു സ്ഥലത്ത് പീഡനം വരുമ്പോൾ അവർക്ക് ഒന്നും എടുക്കുവാൻ പോലും, ഭവനത്തിലുള്ളതൊന്നും എടുക്കുവാൻ പോലും സാധിക്കാതെ ജീവനും കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തോളത്തെടുത്തും കൊണ്ട് അവർ ഓടി ദൂരെ എവിടെയെങ്കിലും പോകും. ഉടുക്കാൻ ഒരു തുണി പോലും എടുക്കുവാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. അങ്ങനെ ഓടി മറ്റുള്ള സ്ഥലത്ത് പോവും. അവിടെ ഏതെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ അവരവരെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും, പരസ്പരം സഹായിക്കും. മറ്റുള്ള വിശ്വാസികൾ ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഓടി വന്നവരായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ അതുപോലെ കഷ്ടങ്ങൾ സഹിച്ച, വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു ആദിമസഭയിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സ്മരണ സഭയിലൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിച്ച വിശ്വാസികളെല്ലാം സ്മരണ സഭയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത്, നീ റിച്ചാണ്, നീ ധനവാനാണ് എന്ന് കർത്താവ് ഇവിടെ പറയുവാൻ ഇടയായി തീർന്നു. കർത്താവ് പറയുന്നത്, നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അതിൻ്റെ 9-ാം വാക്യം, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാവും താനും. എന്നാൽ നീ കഷ്ടതയും സഹിഷ്ണുതയും പ്രയാസവും ദാരിദ്ര്യം എല്ലാം അനുഭവിക്കുമ്പോൾ നീ ധനവാനാകുന്നു താനും എന്ന് കർത്താവോട് പറയുവാൻ കാരണം, നീ സ്പിരിച്വലി റിച്ചാണ്, നീ സ്പിരിച്വലി നല്ല വെൽത്തിയാണ് നിൻ്റെ. ഹല്ലേലൂയ. എറ്റേണൽ, നിൻ്റെ ട്രഷറെല്ലാം എറ്റേണൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ എർത്തിലി യു ആർ വെരി പൂവർ, എന്നാൽ നീ എറ്റേണലി വളരെ റിച്ചാണ് എന്ന് ദൈവം ഇവിടെ വാഗ്ദത്തം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ കഷ്ടത, യേശുവിൻ്റെ നാമത്തിൽ കഷ്ടതയും പ്രയാസവും ദാരിദ്ര്യവും പീഡനവും ദുഃഖവും കല്ലേറും ഒക്കെ അനുഭവിക്കുമ്പോൾ നമുക്കുള്ളൊരു വാഗ്ദാനം, യു ആർ എറ്റേണലി റിച്ച് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയാസ പ്രതിസന്ധികളിൽ യേശുവിന് വേണ്ടി നാം പ്രതിസന്ധിയിൽ ഏർപ്പെടുമ്പോൾ, യേശുവിന് വേണ്ടി നാം കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എറ്റേണലി റിച്ചാണ്. ഹല്ലേലൂയ. നിങ്ങൾ എർത്തിലി നിങ്ങൾ പൂറായിരിക്കാം, പക്ഷേ എറ്റേണലി അത് എൻ്റെ വാഗ്ദത്തമാണ്, അത് ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്നുള്ളതാണ് കർത്താവിടെ ഈ സഭയോട് പറയുവാൻ ഇടയായി തീർന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഫോൾസ് അക്യൂസേഷൻ അത് ഞാൻ അറിയുന്നു. യഹൂദന്മാരെന്ന് പറഞ്ഞ് അവർ നിങ്ങളുടേതായ വിശ്വാസത്തെ തകർക്കുവാൻ അവർ ശ്രമിക്കുക. അവർ പറയുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്നവർ പറയുന്നു, ഞങ്ങൾ യഹൂദന്മാരാണ് എന്നവർ പറയുന്നുവെങ്കിലും അവർ പിശാചിൻ്റെ പള്ളിക്കാരാണ്. ഹല്ലേലൂയ എന്ന് കർത്താവ് പറയുന്നു. നിങ്ങളെ കാരണമില്ലാത്ത രീതിയിൽ അക്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളെ അക്യൂസ് ചെയ്യുന്നവർ, നിങ്ങൾ എൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടത സഹിക്കുന്ന നിങ്ങളെ അക്യൂസ് ചെയ്യുന്നവരൊക്കെയും പിശാചിൻ്റെ മക്കളാണ് എന്ന് ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ റിജക്റ്റ് ചെയ്ത യഹൂദന്മാരാണ് ഇവരൊക്കെ. ഹല്ലേലൂയ.
അവർ പറയുന്നു, വിശ്വാസികളെക്കുറിച്ച് അവർ പറയുന്നു, ഹാലലൂയ, നിങ്ങൾ ഫോൾസ് ആയിട്ടുള്ള വിശ്വാസികളാണ്, നിങ്ങളുടെ വിശ്വാസം ശരിയല്ല, നിങ്ങളുടെ ഡോക്ടറിൻ ശരിയല്ല എന്നൊക്കെയും അവർ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ അക്യൂസ് ചെയ്യുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ആ പറയുന്ന യഹൂദന്മാർ അവർ സാത്താൻ്റെ പള്ളിക്കാരാണെന്ന് പറയുന്നു. ഹാലേലുയ. മാത്യു 5:11-12 വാക്യങ്ങൾ ഒന്ന് വായിക്കാമല്ലോ. മാത്യു 5:11-12. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ ഇണക്കിയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന്. അല്ല, മാത്യു 5:11-12. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചെത്തി. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു വെച്ചു. ഹല്ലേലൂയ. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ യേശുവിൻ്റെ നാമം നിമിത്തം നമ്മളെ പലരും ദുഷിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഹാലലൂയ. എന്നാൽ നമ്മൾക്കുള്ള വാഗ്ദാനം, നമ്മൾക്കുള്ള പ്രതിഫലം വലുതാകുന്നു എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഹാലലൂയ. അതുപോലെ 2 കൊരിന്ത്യർ 6:9-10. 2 കൊരിന്ത്യർ 6:9-10. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്ന, ഹല്ലേലൂയ, ഞങ്ങളെല്ലാം സഹിക്കുന്നു. എന്തിന്? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പൗലോസിനറിയാം ഒരു നിത്യഭവനം തങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് പൗലോസിനറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഈ തരത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഈ ദൈവദാസന്മാർ എവിടെയാണ്? കർത്താവിൻ്റെ വലത്ത് കയ്യിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് അപ്രകാരമുള്ളവരെ അപ്രകാരം പീഡനമുള്ളവർക്ക് ഹല്ലേലൂയ ഓർത്ത്, ഈ വചനങ്ങൾ ഓർത്ത് ആനന്ദിക്കേണ്ടതായ സാഹചര്യം കർത്താവ് ഇവിടെ നമുക്ക് തരിക. ഹല്ലേലൂയ. ഇനി 10-ാം വാക്യത്തിൽ പറയുന്നു, നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ. വായിച്ചോ? ഇല്ല, നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ കിരീടം തരുമെന്ന്. ഹല്ലേലൂയ. വേൾഡ് നമ്മൾ ഇപ്രകാരമുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വിശ്വാസികളെയും യഥാർത്ഥ ദൈവദാസന്മാരെയും ഒരു ഫെയിലിയറായിട്ട് കാണുകയുള്ളൂ. ഹല്ലേലൂയ. അവരങ്ങനെയാണ്, അവരൊരു ഫെയിലിയറാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മുന്നിൽ യഥാർത്ഥ ദൈവവിശ്വാസികളും ദൈവദാസന്മാരും വെറും ഫെയിലിയറാണ്. ഹല്ലേലൂയ. അതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ലോകം നമ്മളെ നിന്ദിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് തുണയായി ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ പരീക്ഷ നിങ്ങൾക്ക് വരികയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. സഹനം നിങ്ങൾക്ക് വരികയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു പരീക്ഷിക്കപ്പെട്ടു, യേശു സഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇതെല്ലാം യേശു അനുഭവിച്ചതാ. അതുകൊണ്ട് പരീക്ഷ നിങ്ങൾക്ക് വരികയില്ല, സഹനം നിങ്ങൾക്ക് വരികയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് അല്ല. നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം ഭയം നമ്മുടെ വിശ്വാസത്തെ തണുപ്പിച്ച് കളയും. ഹല്ലേലൂയ. നമ്മൾ ഭയക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീരും. പിശാച് 10 ദിവസത്തേക്ക് നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
പിശാച് നിങ്ങളുടെ പിറകെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം ഈ ടെസ്റ്റിന് പിശാചിനെ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ സാക്ഷ്യത്തിനും വേണ്ടിയാണ് കർത്താവ് ഇത് അനുഗ്രഹിക്കുന്നത്. പിശാച് നിങ്ങളെ പരീക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾ വളരുകയില്ല. ഹല്ലേലൂയ. പിശാച് നിങ്ങളെ പരീക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യമില്ല. അന്ത്യകാലത്ത് ഒരു യുദ്ധമുണ്ട് നമ്മളും കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന്. അന്ന് നാം യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തവും നമ്മുടെ സാക്ഷ്യവചനവും മുഖാന്തരമായിരിക്കും നാം ജയിക്കുവാൻ പോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടി. അതുകൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും, നമ്മൾ സാക്ഷ്യമുള്ളവരായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പരീക്ഷ നമുക്ക് അനുവദിക്കും. ഹല്ലേലൂയ. നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും നമ്മുടെ സാക്ഷ്യത്തിനും വേണ്ടി കർത്താവ് നമുക്ക് പരീക്ഷ അനുവദിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇത് പരീക്ഷ അധികം നാളത്തേക്കല്ല, 10 ദിവസത്തേക്കെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 10 ദിവസം എന്നുള്ളത് ആശ്ചര്യമായ 10 ദിവസമല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഹല്ലേലൂയ. ദാനിയേൽ ഹല്ലേലൂയ 1:12 പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദാനിയേൽ അനന്യാവ്, മീശാൽ, അസരിയാവ് തുടങ്ങിയ ഈ 4 ബാലകന്മാർക്ക് രാജാവ് കഴിക്കുന്ന ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും കൊടുക്കുവാൻ കൽപ്പിച്ചാക്കിരിക്കുക. കാരണം ഈ ബാലകന്മാർക്ക് വളർന്ന് കാണാൻ നല്ല സുന്ദരന്മാരും കഴിവുള്ളവരും ബുദ്ധിയുള്ളവരുമായി തീരണം. അതിനായി രാജാവ് നിയമിച്ചിരിക്കുന്ന ഭക്ഷണമായത്. എന്നാൽ ഇതെല്ലാം പൂജ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളായതുകൊണ്ട് ഇത് കഴിക്കുവാൻ ഇവർ ദൈവവിശ്വാസികളായ യഹൂദന്മാരായ ഈ ബാലകന്മാർ സമ്മതിച്ചില്ല. അവരുടെ മേലധികാരിയോട് പറഞ്ഞു, നിങ്ങൾ ശാഖപദാർത്ഥവും പച്ചവെള്ളവും ഞങ്ങൾക്ക് ഒരു 10 ദിവസത്തേക്ക് തന്നു നോക്കുക, എന്നിട്ട് ഞങ്ങളുടെ മുഖം രാജാവിൻ്റെ ഭോജനം കഴിക്കുന്ന ബാലന്മാരെ പോലെ ആയില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ 10 ദിവസം ദാനിയേലിൻ്റെ പരീക്ഷയിൽ ദാനിയേൽ ജയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ പരീക്ഷ അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, എങ്കിലും നമുക്ക് ദീർഘമായ നമ്മുടെ എറ്റേണിറ്റി നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഈ സ്മരണയിലെ സഭക്കാരുടെ അന്ന് സീസർ വർഷിപ്പ്, ചക്രവർത്തി ആരാധന നിലനിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. എല്ലാ വിശ്വാസികളും എല്ലാ മനുഷ്യരും റോമൻ ചക്രവർത്തിയെ ആരാധിക്കണം. അത് അവിടുത്തെ നിയമമാണ്. മാസത്തിൽ ഒരിക്കൽ അവരൊരു സ്ഥലത്ത് കൂടിയിരുന്ന് ഈ റോമൻ ചക്രവർത്തിയെ ദൈവവും രക്ഷകനുമായിട്ട് ലോർഡ് ആൻഡ് ഗോഡ് എന്ന ഒരു ലേബൽ കൊടുത്തുകൊണ്ട് അവരെ ആ ചക്രവർത്തിയെ ആരാധിക്കണം. അല്ലാത്തവർക്ക് ഒരുപാട് പീഡനങ്ങളുണ്ട്. അതുപോലെ വർഷത്തിൽ ഒരിക്കൽ ഒരു റോമ പൗരന് ഈ ചക്രവർത്തിക്ക് വേണ്ടി യാഗമായി തീരണം. ഈ കാള, ആട് തുടങ്ങിയവയെ കഷ്ണമായി കണ്ടിച്ച് യാഗപീഠത്തിലിട്ട് ദഹിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ അതുപോലെ യാഗപീഠത്തിലിട്ട് ദഹിപ്പിക്കണം. ഹല്ലേലൂയ. ഇതായിരുന്നു ചക്രവർത്തി ആരാധന. ദൈവത്തെ യേശുവിനെ അറിഞ്ഞ ഒരു മനുഷ്യർക്ക് പോലും അപ്രകാരമുള്ള ഒരു ആരാധനയിൽ ചക്രവർത്തി ആരാധിക്കാൻ കഴിയില്ല. അവർക്കറിയാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം, ഞങ്ങളുടെ ലോർഡ് ആൻഡ് ഗോഡ് ആയിട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് അവരറിഞ്ഞു. അവർ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് മറ്റാരെയും അപ്രകാരം ആരാധിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയില്ല. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയും നിന്റെ സഹിഷ്ണുതയിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൃപ നിനക്ക് മതി, ഗ്രേസ് ഈസ് ഇനഫ് ഫോർ യു. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹിഷ്ണുത, കഷ്ടതയും പീഡനം എല്ലാം വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ കഷ്ടത നമ്മൾ അനുഭവിക്കും. പക്ഷെ അതിൻ്റെതായ ആ യാതനയും ആ വേദനയും നമ്മൾ അനുഭവിക്കാൻ ഇടയായിത്തീരില്ല. ഈ കഷ്ടതയിലും ഒരു സുഖവും ഒരു സന്തോഷവും നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇഫ് യു ഹാവ് ക്രിസ്റ്റ് ഇൻ യു യു ആർ റിച്ച്. അതാണ് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിള്. യേശു നിന്നിൽ ഉണ്ട് എങ്കിൽ നീ റിച്ച്. ഹല്ലേലൂയ. നീ ഒരു സ്ഥലത്ത് നിന്ന് പീഡനം വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീ ഓടിപ്പോകുമ്പോൾ ഒരു സാധനവും നിനക്ക് എടുക്കുവാൻ കഴിയില്ല, ഒരു വസ്ത്രവും നിനക്ക് എടുക്കുവാൻ കഴിയില്ല. നിൻ്റെ ജീവനും കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഓടുമ്പോൾ, നിൻ്റെ കുടുംബമായി നീ ഓടുമ്പോൾ ഇതൊന്നും നിനക്കുണ്ടാവുകയില്ല. പക്ഷെ ചെല്ലുന്ന ഇടത്ത് നിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ദർ ഇസ് ക്രൈസ്റ്റ് ഇൻ യു. അതുകൊണ്ട് ഹല്ലേലൂയ നീ പൂറായി തീരുകയില്ല. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വെള്ളിയും പൊന്നും ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു എന്നിലുണ്ട് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ
അപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കഷ്ടതയും പ്രയാസവും അനുഭവിക്കേണ്ടതായി വരികയില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എപ്പോഴും നമ്മളെ ഈ പ്രശ്നങ്ങളിൽ നമ്മളെ ഡെലിവറി ചെയ്യില്ല, എന്നാൽ ആ പ്രശ്നത്തിനകത്ത് നമ്മൾ ഡെലിവറി ചെയ്യുവാനിടയായിത്തീരും. ഒരിക്കലും ഒരു ദൈവദാസന് മറ്റുള്ള കൺട്രീസിലൊക്കെ പോയി ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചു വന്ന ഒരു ദൈവദാസന് ഹല്ലേലൂയ, അദ്ദേഹം ഏറെ കഷ്ടതയെല്ലാം സഹിച്ചു വന്നതാണ്. ഹല്ലേലൂയ. അദ്ദേഹം തൻ്റെ ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹല്ലേലൂയ, കർത്താവ് എന്നെ ആ കൊടുങ്കാറ്റിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചില്ല, എന്നാൽ ആ കൊടുങ്കാറ്റിൽ ദൈവം എന്നെ സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് ഉദാഹരണം ബൈബിളിനകത്തുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ബാലകന്മാരെ ആ തീ രാജാവ് ചൂട് പിടിപ്പിക്കുന്നതിനേക്കാളും വീണ്ടും 7 ഇരട്ടിയായി ചൂട് പിടിപ്പിച്ച് ആ തീക്കകത്തേക്ക്, ആ ചൂളക്കകത്തേക്ക് കൊണ്ട് എറിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കർത്താവ് അവരെ വിടുവിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് ആ തീക്കകത്ത് അവരെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് കർത്താവ് എപ്പോഴും നമ്മളെ വിടുവിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പോളികാർപ്പ് സ്മരണ സഭയിലെ ബിഷപ്പായിരുന്നു, അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. ആ പോളികാർപ്പ് സ്മരണ സഭയിലെ ബിഷപ്പായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ, ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പടയാളികൾ ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയിട്ട് പരസ്യമായി ചോദ്യം ചെയ്തു. പോളികാർപ്പ് ഒരിക്കലും യേശുവിനെ വിട്ട് ചക്രവർത്തി ആരാധിക്കാൻ മനസ്സ് കാണിച്ചില്ല. അദ്ദേഹത്തെ ഒടുവിൽ വിറകുകൾ കൂട്ടി ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്തെ കയറ്റി നിർത്തിയിട്ട് ഒരു മരത്തോട് ചേർത്ത് കെട്ടി. ഹല്ലേലൂയ. എന്നിട്ട് ആ വിറകിനെ തീ കൊളുത്തുവാൻ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദിച്ചു, നീ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ ചക്രവർത്തിയെ ആരാധിക്കാൻ വരുന്നോ? നീ അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങളും ചെയ്യുകയില്ല. അതുകൊണ്ട് നീ ചെയ്യുകയാണെങ്കിൽ ഈ ജനങ്ങളും ഹല്ലേലൂയ ചക്രവർത്തി ആരാധിക്കാനിടയായി തീരും. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങൾ ടോർച്ചർ ചെയ്യും. അതുകൊണ്ട് നീ കർത്താവിനെ തള്ളിക്കളഞ്ഞ്, യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ചക്രവർത്തിയെ നീ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇല്ല എങ്കിൽ, നീ ചക്രവർത്തിയെ സ്വീകരിച്ചില്ല എങ്കിൽ, ചക്രവർത്തി ആരാധിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഈ തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ പോളികാർപ്പ് പറഞ്ഞു, 86 years I served him. Hallelujah. He has never done me any wrong. Hallelujah. Then why I should blaspheme him? Hallelujah. എൻ്റെ 86 വയസ്സ് വരെയും ഞാൻ എൻ്റെ ദൈവത്തെ സേവിച്ചു. എൻ്റെ കർത്താവും എൻ്റെ ലോർഡും എൻ്റെ ഗോഡുമായ കർത്താവായ യേശുവിനെ ഞാൻ സേവിച്ചു. അവൻ ഇന്നോളം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് ആ കർത്താവിനെ വിട്ടുപോരുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ചക്രവർത്തിയെ ആരാധിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ആ നിമിഷം തന്നെ അവർ ആ വിറകിനെല്ലാം തീയിട്ടു. തീ ആളി കത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ തീ ആളി കത്തുമ്പോൾ ഈ പോളികാർപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീളത്തിലൊരു ഫാൻ വെച്ച് ചുറ്റും ആ തീയുടെ ജ്വാലയെ മറുവശത്തേക്ക് തള്ളിക്കളയുന്ന ഒരു അനുഭവം പോലെ ഉണ്ടാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ വിറക് മുഴുവൻ കത്തി തീർന്നപ്പോൾ ഹല്ലേലൂയ, ഈ ബ്രെഡൊക്കെ ചുട്ടെടുക്കുന്ന ഓവനിൽ ബ്രെഡ് ചുട്ടെടുക്കുന്നത് പോലെ ഹല്ലേലൂയ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പോളികാർപ്പിനെ അവിടെ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം പറഞ്ഞ് നിൽക്കുന്നതാണ് കാണുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ചക്രവർത്തിയും പടയാളികളും ലജ്ജിച്ചു പോയിട്ട് അവരെന്ത് ചെയ്തു? അവർ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അപ്രകാരമുള്ള ആ സ്മരണ സഭയുടെ ആ കഷ്ടതയെല്ലാം കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ ഈ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി 11-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയുമില്ല. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാം മരണം ഉണ്ടാകില്ല. ഹല്ലേലൂയ. അവരെ നിത്യതയിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. ജീവൻ്റെ കിരീടം അവർക്ക് നൽകും എന്ന് കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്മരണ എന്ന സ്ഥലം തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹല്ലേലൂയ.
അത് വലിയ മൗണ്ടൻസും വാലീസുമുള്ള വളരെ മനോഹരമായ ഒരു സിറ്റിയായിട്ട് ഇന്ന് അത് കാണപ്പെടുന്നു. ഒരുപാട് ഉയരമുള്ള ബിൽഡിങ്സ് ഉണ്ട്, അനേക ടെമ്പിൾസ് ഉണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം എഫെസോസിൽ വളരെ ഫേമസ് ആയ ടെമ്പിൾസാണ് ആർത്തമീസ് ദേവിയുടെ ടെമ്പിൾ അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ടെമ്പിൾ. ഹല്ലേലൂയ. അത് വളരെ ഫേമസ് ആയ ടെമ്പിളാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെയുള്ള സ്മിർനയിലുള്ള ടെമ്പിൾ എന്ന് പറയുന്നത് സേയൂസ് ദേവൻ്റെ ടെമ്പിളാണ്. സേയൂസ് ദേവൻ അറിയപ്പെട്ടിരുന്നത് ഹി ഈസ് ദ ഫാദർ ഓഫ് ഓൾ ഗോഡ്സ് ആൻഡ് ഗോഡസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആർത്തമീസ് ദേവിയുടെ ഫാദർ ഈ സെയൂസ് ദേവന. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സെയൂസ് ആ ദേവൻ്റെ ക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ട് അവിടെയും അനേക മനുഷ്യർ പല ദേശങ്ങളിൽ നിന്നും കടന്നു വരുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ സ്മിർനയിൽ ഏറ്റവും മനോഹരമായ സ്റ്റേഡിയം, ഒളിമ്പിക്സ് പോലുള്ള ഗെയിമുകൾ നടത്തുന്ന സ്ഥലങ്ങൾ, വലിയൊരു പബ്ലിക് ലൈബ്രറി, ഇതുപോലുള്ള അനേക കാര്യങ്ങൾ, തിയേറ്ററുകൾ ഒക്കെയും ഹല്ലേലൂയ, ഏഷ്യ മൈനറിലെ ഏറ്റവും വലിയ തിയേറ്ററുകൾ ഒക്കെയും ഈ സ്മിർനയിൽ ഉണ്ടായി. ഹല്ലേലൂയ. അതുപോലെ നമുക്കറിയാം ഹോമറിൻ്റെ ജന്മദേശവും ഈ സ്മിർനയ. ഹോമർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് വലിയ വളരെ ഫേമസ് ആയ രണ്ട് കൃതികളുടെ ഗ്രന്ഥകർത്താവ്, ഇലിയഡും ഒഡിസിയും എന്ന രണ്ട് പദ്യസമാഹാരങ്ങളുടെ ഗ്രന്ഥകർത്താവായ ഹോമർ. ഹല്ലേലൂയ. അത് അന്നത്തെ കാലത്ത് നടന്ന 300-ാം നൂറ്റാണ്ടിൽ അതെ 300 BC നടന്ന വലിയൊരു യുദ്ധത്തിൻ്റെ വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണത്. ഹല്ലേലൂയ. അതൊരു ചരിത്ര പുസ്തകമായിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്രകാരമുള്ള വലിയ മഹാന്മാരുടെ ഒരു ജന്മസ്ഥലം കൂടിയാണ് ഈ സ്മിർന. ഹല്ലേലൂയ. അതുപോലെ സ്മിർന എന്നുള്ള പേര്, കേരളം എന്ന പേര് കേരളത്തിനുണ്ടായത് അത് കേര വൃക്ഷം ഒരുപാടുള്ളത് കൊണ്ട്. എന്ന് പറഞ്ഞ പോലെ മിറ എന്ന വൃക്ഷം ഏറ്റവും അധികമായിട്ട് ഉള്ളത് സ്മിർന എന്ന സ്ഥലത്തായതുകൊണ്ടാണ് അതിന് സ്മിർന എന്ന പേരുണ്ടാകാൻ ഇടയായിത്തീർന്നത്. ഈ മിറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 7 റബ്ബർ മരം പോലെ 7 വർഷം അത് വളർന്ന് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് അത് ചില പ്രത്യേക കത്തി ഉപയോഗിച്ച് കുത്തുമ്പോൾ അതിനകത്തുനിന്ന് പശ വരും. എന്നാൽ അത് റബ്ബറിൽ നിന്ന് പാൽ ഒഴുകുന്നത് പോലെ ഒഴുകത്തില്ല. അത് മരത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും, കുറച്ചൊക്കെ താഴെ വീഴും. ആ താഴെ വീഴുന്നൊക്കെ അടുത്ത ദിവസം വന്ന് ചിരണ്ടി ഉണങ്ങി കഴിയുമ്പോൾ അത് ചിരണ്ടി എടുത്ത് അത് അതിമനോഹരമായ നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂമായിട്ട് അത് മാറ്റിയെടുക്കും, അതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റിയെടുക്കും. അതുപോലെ അത് ഹല്ലേലൂയ ഈ ഡെഡ് ബോഡി എംബാം ചെയ്യുന്നതിനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കുന്നതിന് ഇടയായി തീർന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ മിറ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് പോലെ വരുന്ന ആ പശ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സുഗന്ധം പരത്തുന്ന ഒന്നായിത്തീരും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ ദേഹത്തു നിന്ന് അവൻ്റെ ചങ്കിലാവസാനത്തുള്ള രക്തം പോലും വാർന്നൊഴുകിയപ്പോൾ അത് ലോകത്തിന് മുഴുവൻ സുഗന്ധമായി തീർന്നതുപോലെ ഈ മിറയും ഹല്ലേലൂയ ഇതുപോലെ മറ്റുള്ളവർക്ക് സുഗന്ധം കൊടുക്കുവാനായിട്ട് തൻ്റെ ശരീരത്തിൽ മുറിവേൽക്കുകയാണ്. ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതിൻ്റെ പശ അങ്ങ് തീരുകയും ഇത് തന്നെ ഉണങ്ങിപ്പോകുവാനും ഇടയായിത്തീരും. ഈ സ്മരണയിലെ വിശ്വാസികളും ഇതുപോലെയായിരുന്നു. അവരുടെ ജീവിതം ഹല്ലേലൂയ അവരെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കുത്തി മുറിവേൽപ്പിച്ചതുപോലെ അവരാരോടും ഒരു ദോഷം പറയാതെ, അവരാരെയും ഒരു കുറ്റം പറയാതെ അവരതെല്ലാം സഹിച്ചുകൊണ്ട് ഈ മരം പോലെ അതിനകത്തുനിന്ന് ഒഴുകുന്ന ആ പശ ഉണങ്ങി മറ്റുള്ളവർക്ക് സുഗന്ധദ്രവ്യമായി തീരുന്നത് പോലെ ഈ സ്മിർനയിലെ വിശ്വാസികൾ അവരെ ഉപദ്രവിക്കുമ്പോൾ അത് സഭയുടെ വളർച്ചയ്ക്കായി തീരുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവരെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഒരു കുറ്റമൊന്നും പറഞ്ഞു കാണുന്നില്ല. എങ്കിലും അവരോട് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. അതുപോലെ കർത്താവ് പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഹല്ലേലൂയ. പിശാചിൻ്റെ ഒരു പരീക്ഷണം നിങ്ങൾക്ക് വരുന്നുണ്ട്, 10 ദിവസത്തേക്ക് ഒരു പരീക്ഷണം വരുന്നുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷണത്തിൽ
തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചിലരുണ്ട് എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ആ സ്മരണക്കാരെക്കുറിച്ച് കർത്താവ് തെറ്റുകൾ കുറ്റങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങൾ വിശ്വസ്തരായി ഇരുന്നാൽ ജീവൻ്റെ കിരീടം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ ഈയിടെയായി തീരും എന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ഇതുപോലുള്ള പരീക്ഷകൾ വരുമ്പോൾ സ്മരണക്കാരെ ഓർക്കുക. ഹല്ലേലൂയ. ആ സ്മരണ സഭയെ ഓർക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ നമ്മൾ നേരിടുമ്പോൾ, നമ്മൾ സഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് സുഗന്ധമായി തീരുന്ന പോലെ തീർന്നാൽ, നിങ്ങൾ വിശ്വസ്തരായി ഇരുന്നാൽ നിങ്ങൾക്ക് ജീവൻ്റെ കിരീടം ലഭിക്കുവാനിടയായി തീരും. 5 കിരീടങ്ങളെക്കുറിച്ച് പുതിയ നിയമ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ആമേൻ. Amen. Hallelujah.